നമ്മൾ ചിലപ്പോൾ മധുരമുള്ള പലഹാരങ്ങളോ അല്ലെങ്കിൽ മധുരമുള്ള പാനീയങ്ങളോ കഴിക്കുമ്പോൾ പറയാറില്ലേ, അധികം കഴിക്കേണ്ട, ഷുഗർ വരുമെന്ന്. ശരിക്കും ഈ ഒരു ധാരണ ശരിയാണോ? മധുരം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണോ നമുക്ക് ഷുഗർ വരുന്നത്? അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കലാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഷുഗർ അഥവാ പ്രമേഹം എന്ന ഈ ഒരു രോഗം ഇന്ന് നമുക്കിടയിൽ ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2022 കണക്കെടുപ്പ് അനുസരിച്ച് 800 ദശലക്ഷത്തിലധികം രോഗികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് 2050 ആകുന്നതോടെ 1.3 ബില്യൺ കടക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ദിവസവും പ്രമേഹ രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ കാരണം എന്താണ്? ഇത് വെറും മധുരം കഴിക്കുന്നത് കൊണ്ട് മാത്രം വരുന്ന ഒരു അസുഖമല്ല. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതശൈലിയുടെ ഒരു വലിയ പങ്കുകൂടി വരുന്നുണ്ട്. അതായത് ഭക്ഷണം, വ്യായാമം, വിശ്രമം ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മധുരം അല്ലെങ്കിൽ അന്നജം അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് സ്വാഭാവികമായി കൂടും. എന്നാൽ ഇത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സാധാരണ നിലയിലേക്ക് വരികയും ചെയ്യും. പക്ഷേ ഈയൊരു പ്രവർത്തനം ശരിയായി നടക്കാത്ത മനുഷ്യ ശരീരത്തിലാണ് പ്രമേഹം എന്ന രോഗത്തിന് തുടക്കമിടുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നത് ഇൻസുലിൻ എന്ന ഒരു ഹോർമോണാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്വാഭാവിക ഹോർമോണാണ്. ഇതിൻ്റെ ധർമ്മം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഊർജത്തിന് വേണ്ടി ഗ്ലൂക്കോസിനെ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ഇങ്ങനെ കോശങ്ങൾക്ക് ആവശ്യമായ ഗ്ലൂക്കോസിനെ എത്തിച്ച് ബാക്കിയുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായും ഫാറ്റായും ശരീരത്തിൽ സംഭരിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാകാനും പ്രമേഹം എന്ന അസുഖം വരുന്നത് തടയാനും നമ്മളെ സഹായിക്കുന്നത്. എന്നാൽ നമ്മൾ നിരന്തരമായി പഞ്ചസാര അടങ്ങിയ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടുകയും ശരീരത്തിൽ സംഭരിച്ച ഊർജം കാര്യമായി ഉപയോഗിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഇത് ഇൻസുലിൻ ഉൽപ്പാദനം കുറയാനോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാനോ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം ദീർഘകാലം തുടർന്നു കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായൊരു പ്രമേഹ രോഗം ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് എടുക്കാൻ കാരണം അവർക്ക് സ്വാഭാവിക ഇൻസുലിൻ ഉൽപ്പാദനം ശരീരത്തിൽ കുറഞ്ഞതുകൊണ്ടാണ്. പ്രായം, വ്യായാമക്കുറവ്, അമിതവണ്ണം, ഭക്ഷണക്രമം, പാരമ്പര്യം ഇവയൊക്കെ പലപ്പോഴും പ്രമേഹത്തിലേക്ക് നയിക്കാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ട് വെറും മധുര പലഹാരങ്ങളുടെ ഉപയോഗം കൊണ്ട് മാത്രമാണ് പ്രമേഹം വരുന്നത് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആവശ്യത്തിന് മധുരമൊക്കെ നമുക്ക് കഴിക്കാം. ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ വ്യായാമവും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു അസുഖം നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൂടി മനസ്സ് വെക്കാതെ ഒരസുഖത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്.